വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട് എന്താ പരിപാടി? ഇന്ന് പരിപാടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ്, ഇപ്പൊ കുറെ ഒരു 5 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ജീവിതം പഴയ ജീവിതത്തിലേക്ക് വന്നത്. വേറെ ഒന്നല്ല, ഒരു 5 ദിവസമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. വേറെ ഒന്നല്ല, നമുക്ക് രാവിലെ ഒരു 6:30-7 മണിയാകുമ്പോൾ നമുക്ക് കാർത്തൂനെ കയ്യിൽ കിട്ടുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നിട്ട്. കാർത്തൂന് നോക്കണ്ടേ, ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവളുടെ കൂടെ കുറച്ച് പിന്നെ അവളുടെ വന്നിട്ടുണ്ട്. അപ്പൊ കാത്തു ചെറുകുട്ടില്ല, അപ്പൊ അവളുടെ കാര്യങ്ങൾ നോക്കണേ. ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. രണ്ടും പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുട്ടിയെ നോക്കണ്ടേ. കുട്ടിയെ നോക്കിയോണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ടല്ല, ഞങ്ങൾ കൂടുതലും കാർത്തൂൻ്റെ കൂടെ പിന്നെ കുറെ സ്ഥലങ്ങൾ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. കറക്കൊന്നല്ല കേട്ടോ, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോകണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിന്നെ കാർത്തൂൻ്റെ അമ്മയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇന്നോട്ട് കാർത്തൂൻ്റെ അമ്മ വീട്ടിലുണ്ട് കേട്ടാ. പറയട്ടെ. അപ്പൊ ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ടേര് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണോ പലഹാരങ്ങൾ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചുട്ടാ. അപ്പൊ അത്രയും പലഹാരം എന്തായാലും ഞങ്ങളോട് ഞാൻ കഴിച്ചുണ്ടാക്കാൻ പറ്റില്ല എന്നോട് ജസ്റ്റ് നമുക്ക് കിട്ടാൻ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തേക്ക് കുറച്ച് ഷെയർ ചെയ്തു, പിന്നെ കുറച്ച് ഇരുന്നിട്ട് അപ്പൊ നമ്മൾ ആരേക്കും കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇന്നലെ നമ്മുടെ വീട്ടില് ഒരു ഗംഭീര ക്രിസ്മസ് അപ്പൂപ്പന്മാര് വന്നത് അല്ലേ. 3 അപ്പൂപ്പന്മാര് കുറെ പടയാളികളും കൂടിയിട്ട് നമ്മുടെ വീട്ടില് ക്രിസ്മസ്, നമ്മുടെ നാട്ടിലെ പിള്ളേരുകൾ തന്നെ കേട്ടോ. ഒരപ്പൂപ്പൻ മിഠായി 3 അപ്പൂപ്പന്മാര് കുറേ പിള്ളേർ സെറ്റ്. അത് നമ്മുടെ നാട്ടിൽ നമ്മളറിയാം, നമ്മുടെ കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അവരൊക്കെ വന്നപ്പോ ഞാനായിട്ട് വന്നു, നമുക്ക് അവർക്ക് കൂടി ഷെയർ ചെയ്യാം. പിള്ളേര് നടക്കില്ല, അപ്പൊ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോ അവർക്ക് ഒരു ഹാപ്പി. അപ്പൊ ഇന്നലെ ആയിരുന്ന പലഹാരങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവർക്കും അവര് അപ്പുറത്തേക്കൊക്കെ പോയി വരുമ്പിക്കും ഞാനത് കഷ്ണങ്ങളാക്കി പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാവരും അവർക്കും കൂടി ഷെയർ അവരോട് പറഞ്ഞു കേട്ടാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗൾഫിൽ നിന്ന് ഒരു ചേച്ചി കൊടുത്തയച്ച പലഹാരമാണ്. എന്താ ആ പറഞ്ഞു കൊടുക്കുമ്പോ അതിന് സന്തോഷം വേറെ അല്ല അല്ല കേട്ടാ. ആ ഒരാളുടെ കൈ കൊണ്ട് എത്രയോ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റി. അപ്പൊ അതൊരു നമ്മളൊക്കെ എടുത്തേച്ച് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്നേക്കാളും അത് നമുക്ക് ഷെയർ ചെയ്ത് കുറെ ആൾക്കാർക്ക് കഴിക്കാൻ അത്രയും ആൾക്കാരിലേക്ക് എത്തുകയല്ലേ. അപ്പൊ ഞങ്ങൾ അതിലാണ് കേട്ടോ സന്തോഷം കണ്ടെത്തിയത്. ആയിഷുപ്പ വരും, ആയിഷ ഇപ്പൊ കാറിൽ വരും. ബൈക്കിലല്ല, കാറിലാണ്. നാളെ ആയിഷു കാറിലല്ല. അതായത് കാർട്ടൂൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം അതിനൊരു ഫാമിലി വരട്ടെ, ഒരു അച്ഛനും അമ്മ ഒരു കുട്ടി, അതായത് നമ്മുടെ കുണിക്കുമോളിനൊക്കെ ഒപ്പമുള്ള ഒരു കുട്ടിയിട്ടാണ്. ആ കുട്ടീൻ്റെ പേരാണ് ആയിഷു. ദൈവമേ, കഴിഞ്ഞ പ്രാവശ്യം കുണിക്കുമോള് മുടി ഇവിടെ കെട്ടിയിരിക്കാം, ഇവിടെ ഒരു ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിടുക ചെയ്യാം കേട്ടോ. കുറച്ച് ഹൈറ്റിൽ ആയിഷു വരുമ്പോൾ മുടി ഇവിടേക്കാണ് കെട്ടിയത്, അതായത് കുറച്ച് ഇറക്കിയിട്ട് കെട്ടി. അതിൻ്റെ ശേഷം എൻ്റെ മോള് പിന്നെ ആ മുടി മുകളിലേക്ക് കെട്ടാൻ സമ്മതിച്ചില്ല. ആയിഷുൻ്റെ അഞ്ച് മുടി കെട്ടിയെന്ന്, ആയിഷുൻ്റെ എന്ത് മുടി കെട്ടിയത്. ഇന്ന് ആയിഷ എന്ത് കെട്ടുകൊണ്ടാണോ എനിക്ക് ആയിഷിന്റെ എന്ത് മുടി കെട്ടാന്ന് വെച്ചാൽ അത് എനിക്ക് കെട്ടുന്ന പണിയായിരിക്കും. ആയിഷിന് അറിയില്ല, ഇല്ല അറിയില്ല ആയിഷനെ. നേരത്തെ എന്നതാണ് ആയിഷു കുണ്ടിക്കടിച്ച് ചെവിടത്തടിക്കുന്ന ചതിക ചെണ്ടിച്ചണ്ടല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ അത് അങ്ങനെ ഒരു കേസ്. അപ്പൊ നമ്മളെ പെട്ടെന്ന് പറയും നമ്മൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട്. ഇനി അതിന് പ്രത്യേകിച്ച് എന്താണ്, തുണ്ട അരുവി ഉണ്ടാവും, അച്ചപ്പ് കുഴപ്പം കൊടുത്തില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. അത് പറ്റിക്കാണ് മധുരപലഹാരങ്ങളെ ലഡു, ജിലേബി, അലുവ, കേക്ക് അതൊക്കെ അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അണ്ടുണ്ടൊക്കെ പിന്നെ ഇവിടെ തന്നെ തീറ്റ കഴിഞ്ഞു. ഇല്ലില്ല, ഞങ്ങൾക്ക് ആയുഷിന് അറിയില്ല. കുണിക്ക് മാത്രമേ ആയുഷിന് അറിയുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ആയുഷിനുള്ള ഇനിയിപ്പോൾ ആയുഷ് എന്നെ ഉള്ളവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്തു. ക്രിസ്മസിന് ഇപ്രാവശ്യം നമ്മൾ എന്താ സ്പെഷ്യല്? നമുക്ക് ഒരു മീൻകറി വേണം, ചോറ് വേണം, ഒരു ബീഫ് വരട്ടിയത് വേണം. ഇതൊന്നും തിന്നാൻ പുതിയായിട്ടല്ല, നമുക്കൊരു വീഡിയോയായി. കുട്ടീനെ എന്തോ ഒരു ചെയ്ത് വെച്ചിട്ട് കേട്ടാ. അപ്പൊ ക്രിസ്മസിന് എന്താ ഫുഡ്? ഞാനൊരു കല്യാണ ചോറ് ഉണ്ടാക്കിയാലോന്നുള്ള. ഇപ്പൊ അങ്ങനെ ഒരു ഹോട്ടലിൽ നെയ്ച്ചോറ് ഒരു ചട്ടി, നമുക്ക് 2 ചട്ടിയുടെ പ്ലേറ്റ് വെക്കാം. എന്നിട്ട് അതിൽ നെയ്ച്ചോറ്
എന്നിട്ട് അതിന്റെ മുകളിൽ ബീഫ് വരട്ടിയത്, ബീഫ് കറി, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്. ഇത് നമ്മുടെ ശരീരം തന്നെ അനുവദിക്കലട്ട. ക്രിസ്മസ് അല്ല ചേട്ടാ, ഇന്ന് കാണാത്തവരെ നാളെ കാണാത്ത കാലഘട്ടം. അപ്പൊ ഉള്ള ദിവസങ്ങളൊക്കെ ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത കാലഘട്ടം. അപ്പൊ ഉള്ള ദിവസം സമാധാനം സന്തോഷത്തോടെ ഇഷ്ടമുള്ള ഫുഡ് എന്ത് ഫുഡാണ് കുഞ്ഞിന് ക്രിസ്മസിന്? റീൽസ് പോസ്റ്റ് ചെയ്യാം. എന്ത് ഫുഡ് ക്രിസ്മസ് ഫുഡ് ഉണ്ടല്ലോ, റീൽസ് എന്ത് ഫുഡാ ചേർന്ന് പറഞ്ഞു. ഞങ്ങള് ചോറില്ലാത്തത് കല്യാണ ചോറില്ല, ഒരു നെയ്ച്ചോറ്, അതിനോട് ചിക്കൻ വറുത്തത്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ചോറ് വെച്ചിട്ട് നല്ല ചിക്കൻ വറുത്തത്, ബീഫ് വരട്ടിയത് കഴിക്കട്ടെ. ഇവിടെ പല അഭിപ്രായങ്ങളെ പലർക്കും തീരുമാനം പരിപ്പൂട്ടാണ്ട് മീൻകറിന്റെ, മീൻ വറുത്തതുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ കറിയുണ്ട്, ബീഫ്. നിനക്ക് എന്തൊട്ട് പിന്നെ ഇഷ്ടമാണ്? അപ്പൊ ഒരു ഉപ്പേരുണ്ടാവും. അപ്പൊ തീരുമാനം ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനി തീരുമാനം എടുത്തിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. എന്താ ചെയ്യാ, കാലത്തിന്റെ ഓരോ പോക്കുകൾ. അപ്പൊ ഇന്നലെയും പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് മനസ്സിന് സുഖമുണ്ടായിരുന്നില്ല. ടാനിയുടെ കണ്ടാ ന്യൂസ്? 8 വയസ്സുള്ള ഒരു കുട്ടീനെ അമ്മ കിണറ്റിട്ട് പോകുന്നു. എന്ത് സ്നേഹമുള്ള അമ്മ. അമ്മ എന്നുള്ള വാക്കിന് നല്ല അർത്ഥമുള്ള ഒരു പേര് അമ്മ. ബാക്കിയുള്ള അമ്മമാർക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു അമ്മ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കേസ് അതായത് മൂപ്പര് എവിടെയൊക്കെ പോയിട്ട് മൂപ്പരിനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഉണ്ടാകുമ്പോൾ മൂപ്പരുടെ ആ കേസ് മാത്രമേ ഇനി പോലീസുകാർ കേൾക്കുള്ളൂ. 2 വർഷം കേൾക്കുക എന്നുള്ളത് പോലീസിൻ്റെ വശമില്ല. അപ്പം 1 വർഷം ഇപ്പോൾ പറയും എനിക്ക് ആ സമയത്ത് മാനസികമായിട്ട് അങ്ങനെ തോന്നിയോണ്ട് എൻ്റെ മാനസിക ബുദ്ധിമുട്ടാണ്. ആ ശരി. അപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ മക്കളെ കൊന്ന് മക്കളെ ഇട്ടെറിഞ്ഞ് തക്കതായ ശിക്ഷ കൊടുക്കണില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടീനെ 8 വയസ്സിലൊരു കുട്ടീനെ, എൻ്റെ അച്ഛന് വയ്യാണ്ട് ക്യാൻസറായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. വലിയൊരു വീടൊക്കെയാണ് കാണിക്കുന്നത്. അന്ന് ആ വീട് അവർ സ്വന്തമാണെങ്കിൽ അത് വിറ്റിട്ടിങ്ങനെ ഒരു ചെറിയ വാടക വീട്ടിലിട്ടവർ ഈ അച്ഛൻ്റെ മോനെ സുഖമായിട്ട് നോക്കാമായിരുന്നു ഈ ഒരു അമ്മയ്ക്ക്. അത് പണിക്ക് പോകാൻ പറ്റില്ല, വയ്യാണ്ടൊക്കെ അച്ഛൻ വയ്യാത്തൊരു കുട്ടി. അത് ആ വീട് വിറ്റു, അത് കാശ് ബാങ്കിലിട്ടു, ചെറിയൊരു വാടക വീടല്ലേ, ചെറിയൊരു 2 സെൻറ്റ് ഒരു വീട് പണിത് ആ അച്ഛനും കുട്ടീനെ അമ്മയ്ക്ക് നോക്കാമായിരുന്നല്ലോ. എന്തൊക്കെയോ അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഗൾഫുകാരായാലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഈ യൂട്യൂബുള്ളതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. കുറേ ദോഷങ്ങളും കുറേ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ എന്താ വെച്ചാൽ ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോഴേക്കും ഒരു സംഘടന ആൾക്കാരാണ് കേട്ടോ ഗൂഗിൾ പേ വഴി. ഞാൻ പറഞ്ഞൊരു 10 രൂപയ്ക്ക് ഒരു 10 രൂപ എന്നെ സംബന്ധിച്ചിരിക്കുന്ന ഒരു 100 എൻ്റെ ഗൂഗിൾ പേ ഒരു വയ്യാത്ത ഒരാൾക്ക് ഇട്ടുകൊടുത്ത് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ഒരു 10 ആളോ ഒരു 1000 ആളോ 1 ലക്ഷം പേരോ ചിന്തിച്ചാൽ അല്ലേ അങ്ങനെ ഒരു ഗുണം യൂട്യൂബ് ഇൻസ്റ്റ വഴി അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആദ്യമൊന്നും ആർക്കും അറിഞ്ഞിരുന്നില്ല. കാശിന് ബുദ്ധിമുട്ടും ആരും അറിയണില്ല. എന്താ പറയാ, ഇന്നിപ്പോ ഇതിനൊക്കെ ആ അമ്മ നല്ലൊരു അമ്മയാവും. ഇനിയിപ്പോ തിരിച്ചു വരുന്നത് അതാ. ഇനി വരുന്നത് അതാ, കൊന്നില്ല ഇനി നല്ല അമ്മയായിരിക്കും. 4 മക്കളെയും പെറ്റു വളർത്തി നോക്കണ അമ്മ ദുഷിച്ച അമ്മ. ഇന്നത്തെ ലോകം അതാണ് കേട്ടോ. ലോകം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, സത്യത്തിന് ജീവിക്കുന്നവർക്ക് സത്യത്തിൽ ഈ ലോകത്ത് യാതൊരു അർത്ഥവും ഇല്ല. അതാണ് ഈ ലോകം തെളിയിക്കുന്നത്. നുണകളുടെ ഒരു കൂടാരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യം ജയിക്കട്ടെ എന്ന് അറിയും, വെറുതെയാണ്. പക്ഷെ എന്തെങ്കിലും ലാസ്റ്റ് ആ സത്യത്തിനൊരു ജയം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതായത് സത്യത്തിന് എന്തെങ്കിലും ഒരു ജയം ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ 4 മക്കളേനും എൻ്റെ ഒരു പേരക്കുട്ടിയുടെ എൻ്റെ മരുവനും എൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ കൂടെ ഞാൻ സമാധാനത്തിൽ ജീവിച്ചത്. പിന്നെ എനിക്ക് എന്തൊരു സമാധാനം ചെയ്യും. എവിടെ പോകുമ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൂടെ ഒരാളുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. നമുക്ക് എവിടെ പോകുമ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒറ്റ എന്നുള്ളൊരു ചിന്തയ്ക്കില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേറെ ഒരാളുടെ മുഖങ്ങൾ ഞാൻ നോക്കിയില്ല, ഈ ഒരു മുഖം എൻ്റെ കൂടെ ഉണ്ടാവും. അതേപോലെ ഈ ആൾ മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മരണം വരെ ഞാൻ ഈ ശരീരത്തിൽ ഈ ശ്വാസം നിലയ്ക്കുന്ന വരെ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളുടെ പിന്നിൽ ഞാനുണ്ടായിരിക്കും. ഇയാളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒപ്പത്തിൽ. അപ്പൊ അതാണ് നമ്മൾ ഇതാണ് ഞങ്ങളുടെ വിജയം അല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ തണുപ്പ് വിടണം, ഇല്ലാർക്കാൻ പോവാ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഒരു 3 ദിവസം അരി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അപ്പോൾ കഴുകിയിട്ട് ഒരു 3-4 പ്രാവശ്യം രാത്രി ഞാൻ കഴുകിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടത്. എന്നാലും ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കഴുകിട്ടപ്പോൾ പച്ചയിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴുകി. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയിട്ട് ഒരു പിടി ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ.
3 ഗ്ലാസ് അരി, ഒരു പിടി ചോറ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മളതിരിക്കുന്നത് പഞ്ചസാര കേട്ടോ. അത് പഞ്ചസാര ആവശ്യത്തിന് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ ഇടുന്നത് ഈസ്റ്റ് ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കൊടുത്തോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഒഴിച്ചു, അത് പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3/4 മുറി, അതായത് ഒരു നാളികേരത്തിൽ 3/4 വശം നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ നാളികേരമായിരുന്നു, അപ്പോൾ ഒരു 3/4 വശം നാളികേരം ഇട്ടു. അപ്പോൾ ഇതിങ്ങനെ അരച്ച് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിങ്ങനെ ഇട്ട് 2 ട്രിപ്പ് അരക്കിന് വന്നിട്ട് നമ്മുടെ മിക്സിയിൽ ജാർ ഒരുപാട് വലിപ്പില്ലാത്ത കാരണം 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ട്, അപ്പോൾ ഒരു ട്രിപ്പ് ഇതേ അരച്ച് ഞാൻ കൊണ്ടുപോയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് അരയ്ക്കാൻ വേണ്ടി ഞാൻ പോയിക്കാട്ടാം. നന്നായി നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം അടുത്തതുകൂടി അരച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച് കഴിഞ്ഞു, അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാതും നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. 2 ട്രിപ്പായിട്ട് അരച്ചില്ല, അപ്പോൾ എല്ലായിടത്തേക്കും എത്തണ്ടേ. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് ഞാൻ അത് മൂടി വെച്ചു. അപ്പോൾ അത് അപ്പം ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴുള്ള പാത്രം കുറച്ച് മുഷി നോക്കുക, അപ്പം കഴുകി വയ്ക്കട്ടെ എന്ന് വെച്ചാൽ പാത്രം കഴുകിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൊട്ടി നിറയെ പാത്രങ്ങളാവും. അപ്പോൾ ഓരോ പണി കഴിയുന്നതിനനുസരിച്ച് പാത്രങ്ങളാവുന്നതിനനുസരിച്ച് കുറേശ്ശെ ഉള്ളത് ഞാൻ അപ്പം മോറി വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കള ചെറിയ അടുക്കളയിൽ കാരണം ഒറ്റയടിക്ക് ഒരുപാട് പാത്രം കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം കുറവാണ്. അപ്പോൾ ഉള്ള കുറച്ച് പാത്രങ്ങൾ മോറി വെച്ചാൽ അതും എളുപ്പമായി, പിന്നെ സൗകര്യവും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ള പാത്രങ്ങൾ മോറി. അപ്പുറത്ത് ചിക്കൻ ഞാൻ മേടിച്ചിട്ട് നാളെ ഞാൻ ഒരു 2-3 ദിവസം മുന്നേ ചിക്കൻ മേടിച്ച് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്, തണുപ്പ് വിടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് എന്തോ ഒരു പണിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കാണ്. പിന്നെ നമ്മൾ ചിക്കൻ്റെ കുറുമയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമുള്ള അരപ്പ് അരയ്ക്കേണ്ടത് ഒരു 10-12 അണ്ടിപ്പരിപ്പ്, ഒരു പിടി നാളികേരം, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് വെള്ളം കേട്ടോ വെച്ചിട്ട് നന്നായി അരച്ചുകൊണ്ട് നല്ല ചാന്ത് പോലെ അരയ്ക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൊടുത്ത് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. പെരിഞ്ജീരകം ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിൽ ജാറിലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് കുറുമ ഉണ്ടാക്കുക. ചിക്കൻ കുറുമ ചിക്കൻ്റെ ഇഷ്ടം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനം ഇട്ടുതരാം. ഏലക്ക, പട്ട, ഗ്രാമ്പ്, ആ ഐറ്റംസ്, കുരുമുളക് പൊടി, ഇങ്ങനെ കട്ട തൈരായിട്ട് ഈ ചെറിയ കപ്പിലിരിക്കുന്നത്. പിന്നെ ഇത് കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ കുരുമുളക് പൊടി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, പിന്നെ ചിക്കൻ ആവശ്യത്തിന് ചിക്കൻ, പുളി കുറഞ്ഞ തൈര്, പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരുന്ന അരപ്പാണ് കേട്ടോ. നാളികേരം, പെരിഞ്ജീരകം, അണ്ടിപ്പരിപ്പ് പുളി അരച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഓയിൽ ചൂടായി എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട ഒരു തുണ്ടൊക്കെ മതി. ഞങ്ങൾക്ക് അധികം കറി മസാലയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തതാണ് നമ്മളൊരു തുണ്ടാണ് ഇട്ടിട്ടുള്ളത്. പട്ട ഒരു തുണ്ട് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ വേണ്ടിയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് പട്ടയും ഗ്രാമ്പും ഏലക്ക കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയ നേരം കൊണ്ട് പൊട്ടണമായിരിക്കും. പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ആദ്യം ഇടേണ്ടത് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി കേട്ടോ. രണ്ടാമത് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി ഇട്ടു. പിന്നെ ജസ്റ്റ് അതൊന്ന് മൂക്കണം, നന്നായി മൂപ്പിക്കണം കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ് വരയ്ക്ക് ഒന്ന് മൂക്കണം. പിന്നെ നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചീന്തിയിടാൻ നമ്മളിങ്ങനെ മുട്ട ഓംപ്ലേറ്റിന് ഇടുന്ന പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. റൗണ്ടനായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടുന്നത്. ഇത് ജസ്റ്റ് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് ഒരു 3/4 വശം മൂക്കണം. അതിൻ്റെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം. എന്താ വെച്ചാൽ നമ്മൾ ഈ കറിയുടെ ഇടയിൽ ഇത് കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പച്ച ഫ്ലേവർ വരാണ്ടിരിക്കാനായിട്ട് അതൊന്ന് ഈ എണ്ണയിലെടുത്തിട്ടൊന്ന് മൊരിയേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ക്ഷമയോടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്ത് ക്ഷമയോടൊക്കെ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഏതൊരു കറിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ചുണ്ടായിരുന്നു. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറി ഉണ്ടാക്കുന്ന സമയം അണ്ടിപ്പരിപ്പിൻ്റെ പാക്കറ്റേ കാണാനില്ല. പിന്നെ ഇത് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അടുത്ത് കുറച്ച് അരച്ചു. ഒരു 10-12 എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 ഉണ്ടാവും. അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് മൂക്കണതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണതിലേക്ക്. അത് കഴിയുമ്പോഴേക്ക് സബോള മാത്രമല്ല നമുക്ക് എല്ലാ കഷ്ണവും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കട്ടെ. സബോള വണങ്ങി വരണമെന്നില്ല, എല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഉരുളക്കിഴങ്ങ്, സബോള, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഈ കറിക്കാനൊരു നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കും. എന്താ വെച്ചാൽ ക്യാരറ്റും വൈറ്റാണല്ലോ നമ്മുടെ ചിക്കൻ കുറുമല്ല ചിക്കൻ ഇഷ്ടം. പിന്നെ കറിവേപ്പില ഒരു 5-10 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് തരി നമ്മൾ സബോളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടണം. അതിൻ്റെ അളവ് കാരണമൊന്നും പറഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുത്തു. ജസ്റ്റ് അതൊന്നുകൂടി ഇളക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊന്ന് സബോളയൊക്കെ ഒന്ന് ഈ എണ്ണയിൽ ഇടുന്നൊന്ന് വാടാനാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഈ കറിക്ക്. സബോള ഒന്ന് എണ്ണയിലൊക്കെ ഇടുന്ന സബോളയും ക്യാരറ്റൊക്കെ ഈ എണ്ണയിൽ ഇടുന്ന ഒന്ന് മൂക്കണം. അപ്പോൾ അതിങ്ങനെ മൂക്കട്ടെ, നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ഇതെല്ലാവരും ഉണ്ടാക്കണം. ഈ നാളികേരപ്പാലൊക്കെ എടുക്കാൻ കുറച്ച് മണ്ടിയാണ്. പിന്നെ ചിലർക്ക് നാളികേരം, ചില സ്ഥലങ്ങളിൽ നാളികേരം കുറവുള്ളവർക്ക്, അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോഴത്തെ സുഖം എന്താ വെച്ചാൽ തരി നാളികേരം, ഒരു കൈപ്പിടി നാളികേരം വേണ്ടു. നമ്മൾ നാളികേരപ്പാൽ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു വലിയൊരു നാളികേരത്തിൻ്റെ പാല് മൊത്തം എടുത്താലാണ് നമുക്കൊരു 5-6 ആൾക്ക് കഴിക്കാനുള്ള ഒരു ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ കൈപ്പിടി നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രേവിയും കാര്യങ്ങളും കിട്ടും. ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. അണ്ടിപ്പരിപ്പായാലും നാളികേരമായാലും നമുക്ക് കൂടുതലിനനുസരിച്ച് ഇത് കുറേശ്ശെ ഇതിൻ്റെ ഇരട്ടി നമുക്ക് എടുക്കാം. ഇതിന് കൂടുതൽ കറി ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഇരട്ടി. ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിത് തികഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്ക് തികഞ്ഞില്ല കേട്ടോ. ഇനി ക്രിസ്മസിൻ്റെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. ഇത് കുറച്ച് കുറഞ്ഞു. എന്താ വെച്ചാൽ ഞാനൊന്ന് 1.5 കിലോ ചിക്കൻ മേടിച്ചിരുന്നു. ഒരു 5-10 പീസ് ചിക്കനെ മാറ്റി വെച്ചത്. അത് അപ്പോൾ സത്യം പിള്ളേർക്കൊന്നും ശരിക്കും കഴിക്കാൻ കിട്ടിയില്ലാന്ന് പിള്ളേർ. ഞാനും അച്ഛൻ 2 വെള്ളപ്പം കഴിച്ചു, ഞാൻ ഒരു വെള്ളപ്പം കഴിച്ചു കേട്ടോ. ഇവർ കഴിച്ചില്ല എന്ന് പറഞ്ഞില്ല. ഇവർക്ക് നേരം കിട്ടിയില്ല. എന്താ വെച്ചാൽ നമ്മുടെ കാർത്തൂൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഒന്ന്. അങ്ങനെ ഇവർക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുണ്ടായത് കേട്ടോ. അങ്ങനെ ഞാനത് ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ചിക്കൻ എടുക്കാനോ എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അല്ല കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയതാണ്. ഇടയിൽ എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് പൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ അതിന് മരുന്ന് വയ്ക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മുടെ കാർത്തു ഇവിടെ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. കാർത്തുവിന് ഉറക്കം വരുന്നുണ്ട്. കാർത്തുവിൻ്റെ കരച്ചിൽ അതാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് കാത്തുവിൻ്റെ അമ്മയുള്ള കാരണം കാത്തുവിന് ഭയങ്കര ശീലക്കേടൊക്കെയാണ്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് കേട്ടോ. അപ്പോൾ എരിവ് അത്യാവശ്യം ഉണ്ടാവും. എരിവ് നോക്കിയിട്ടിടുക. പിന്നെ എനിക്ക് കുരുമുളകിൻ്റെ എരിവിനേക്കാൾ കൂടുതൽ ഇതിനിഷ്ടം പച്ചമുളകിൻ്റെ എരിവ് കേട്ടോ. ഒരു 5-6 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലാവശ്യം 1 ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി മുളകും പൊടി നമ്മൾ ചേർക്കണില്ല, മല്ലിപ്പൊടി മാത്രം ചേർക്കണം കേട്ടോ. പൊന്നു പാവം ഇത് കേട്ട് പഠിക്കുക കേട്ടോ. അല്ല പൊന്നു ശ്രദ്ധിച്ചേക്കാകുമ്പോൾ എന്തൊക്കെയാണ് ചേർത്ത് അല്ലേ? പൊന്നിന് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ പൊന്നിന് ഇങ്ങനെ കേട്ട് പഠിക്കുക. പൊന്നിന് ഇനി ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പൊന്നിന് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ചെവിട് ഓർത്ത് നിൽക്കുക, ഇതിങ്ങനെ ഉണ്ടാക്കണേ അമ്മ എന്തൊക്കെയാണ് പറയണ വെച്ചിട്ട്. ആ സമയത്ത് നീ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ വെച്ചിട്ട് പന്നാ അങ്ങനെ നമ്മളൊരു ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി അധികം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്തതാണ് ഞാൻ ചെറിയൊരു പാക്കറ്റ് മേടിച്ച് വയ്ക്കുള്ളൂ. അങ്ങനെ 1 ടീസ്പൂണോടത്തോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് ആ മല്ലിയില ഒന്ന് കുത്തു പോകണമെങ്കിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇത്ര നേരമായിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ആളെ ഇട്ടിട്ടില്ല, ചിക്കൻ ഇട്ടിട്ടില്ല. ഈ ഒരു മല്ലിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒന്ന് ഫ്ലേവർ കുത്തു പോകണമായിരിക്കും നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പതുക്കെ തന്നെ മൂക്കട്ടെ. ഏകദേശം മൂത്തൊക്കെ വന്നതോടുകൂടി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അനിയായിട്ടാണ് കേട്ടോ വന്നിട്ട് ഇട്ട് തരുന്നത്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഇടുന്നുണ്ട്, ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ കഴുകി അതിലേക്ക് 2 ടീസ്പൂൺ തൈരാണ് കേട്ടോ പതിനെട്ട് ഒഴിച്ചത്. നമ്മൾ പുളി കുറഞ്ഞ തൈര് അത് 2 വലിയ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കിട്ടാം. ഞാൻ ഒരു ഏകദേശം ഒരു 3 ടീസ്പൂണോടത്തോളം തൈര് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തീരെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ മതി. അത് ശ്രദ്ധിച്ചെടുക്കണം. പുളിയില്ലാത്ത നല്ല കട്ട തൈരാകുമ്പോഴാണ് ഇതിൻ്റെ ക്രീമിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ക്രീമി ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അങ്ങനെ കുറച്ച് നേരം മൂടി വേവിച്ചു. വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് വെന്തതിന് ശേഷമാണ് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. നാളികേരും അണ്ടിപ്പരിപ്പും പച്ചമുളകും പെരുംജീരകവും കൂടിയിട്ട് പിന്നെ അപ്പോൾ ഇട്ടു. പിന്നെ ഞാൻ ഇട്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രേവിക്ക് എരിവും പുളിയുപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഇരട്ടിച്ചു. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല, പക്ഷേ ഈ കറിയുടെ ഒന്നും കൂടി ടേസ്റ്റ് ആ പഞ്ചസാരയും കൂടി ഇടുമ്പോഴാണ് ഈ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനൊരു പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയില്ല, അടിപൊളി ടേസ്റ്റാണ്.
ഒരു രക്ഷയില്ലാത്തൊരു, എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഈ ചിക്കൻ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ കറികളാണ് കേട്ടോ. ഞാൻ ആരുടെയും കോപ്പി അടിച്ചൊന്നുമില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് ചീന്തിയിട്ടു, 3 കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വെച്ചത്. ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് മൂടി വെച്ച് നമ്മുടെ ചിക്കൻ ഇഷ്ടു റെഡി, അടിപൊളി. പിന്നെ എനിക്ക് വില്ലേജിലേക്ക് പോകേണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ വില്ലേജിൽ പോയി. അപ്പോൾ പൊന്നുമാണ് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വെള്ളയപ്പം തട്ട് കേടായതുകൊണ്ട് ഇങ്ങനെ ദോശ തട്ടിൽ തന്നെ ഉണ്ടാകും കേട്ടോ. പക്ഷേ നടു കുറച്ച് കട്ടിയിലും സൈഡ് നന്നായി കനം കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും ഒന്നുകൂടി ഇഷ്ടമല്ലേ ദോശ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ കട്ടിയുള്ള ഭാഗം ഇഷ്ടമില്ല, കനം കുറഞ്ഞ ഭാഗം കൂടുതൽ. അടിപൊളിയാ? കറി ഇഷ്ടായാ? കുളുക്ക് വാ. ഇവിടെ ആൾക്ക് വായിൽ വെച്ചുകൊടുക്കണം അത്ര. കഴിച്ചിട്ട് പറയാ. സൂപ്പറാ. ഇതെങ്ങനെയുണ്ട് നോക്കിട്ട് വാ. എങ്ങനെയുണ്ട്? അടിപൊളി. ടേസ്റ്റ് ഉണ്ടോ? തരട്ടെ? ഞാൻ എടുത്തരാം. ഉണ്ണി എടുത്തിക്കോ. അപ്പോൾ അവിടെ ഭയങ്കര ഫുഡ് അടി കേട്ടോ. അടിപൊളി. കറി ഇഷ്ടമായില്ലേ? നല്ല അറിയാന്ന്. അപ്പം ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വായിൽ വെച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയില്ലേ. പുറത്തേക്ക് പോയത് എങ്ങനെയുണ്ടായിരുന്നു? ക്യാരറ്റൊക്കെ കഴിക്കാൻ. ക്യാരറ്റ് ഉരുളക്കും ചിക്കൻ കുറുമക്കറി, സോഫ്റ്റ് വെള്ളയപ്പം. ദോശച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വെള്ളയപ്പം വേറെ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഇങ്ങനെ വേപ്പിലെടുത്തിട്ട് വെള്ളയപ്പം ചൂടാറുന്ന വരെയുള്ള കഞ്ഞി കേട്ടാ. എങ്ങനെയുണ്ട് ഗ്രേവി മുക്കി വയ്ക്കുക? വെള്ളയപ്പം ചൂടാറുന്ന വരെ വെള്ളയപ്പം ചൂടൊന്നുമില്ല. ചെറിയ തീരോട്ട് മൊരിച്ചിരുന്ന കേട്ടോ. ഇതാണ് സ്പെഷ്യൽ ക്രിസ്മസ് വെള്ളയപ്പം ചിക്കൻ ഇഷ്ടു. ചിക്കൻ കാർത്തു ഉറങ്ങണ കാരണമാണ് മെല്ലെ പറയണത്. അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാ. നമുക്ക് നാളികേരപ്പാലൊക്കെ എടുക്കാൻ ചിലപ്പോൾ മടി വന്നു, ചിലപ്പോൾ നാളികേരം കുറവുള്ളവരുണ്ടാവും. നാളികേരപ്പാലിനേക്കാൾ ടേസ്റ്റ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പിൻ്റെ. നേരി പുളി, നേരെരു, നേരി മധുരം എല്ലാം കൂടി. പെട്ടെന്ന് ഉണ്ടാക്കിയ കേട്ടോ. അവനൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയ പറ്റുന്നൊരു കറിയാണ്. നല്ല സോഫ്റ്റ് ഉള്ളപ്പോട്ടാ. ചിക്കൻ വേണമെന്നില്ല കേട്ടോ. ആ ഉരുളക്കിഴങ്ങിന് എന്നാ ടേസ്റ്റ് ഉണ്ടല്ലേ ചിക്കൻ. മസാല മതി, ഗ്രേവി മതി. അതുണ്ട്. എല്ലാവർക്കും വേണോ? അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിട്ടത്
കുണുക്കന് കൊടുത്തതിൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ട് എന്താ വെച്ചാൽ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമാരങ്ങനെയാണല്ലോ, മക്കൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യണമെന്ന് ചെറുത്ത് കഴിക്കും. ഇവിടെ അമ്മ അച്ഛനൊക്കെ അങ്ങനെ കേട്ടാ, വേസ്റ്റ് ചെയ്യണത് ഇഷ്ടമല്ലേ ഫുഡ്. നല്ല മക്കളച്ഛൻ മക്കളുടെ കൈയോട്ട് മരിക്കാൻ യോഗം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല അമ്മമാരല്ല വെച്ചെങ്കിൽ അമ്മമാര് മക്കളെ ഇട്ടെറിച്ച് പോവും. വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പം ഞങ്ങളുടെ അവിടെ ഒരാഴ്ച മുന്നേ, അപ്പം അതിനെ പറ്റി നിങ്ങൾ സംസാരിച്ച് ഞാനിങ്ങനെ കണ്ടപ്പോഴേ, ഒരാഴ്ച മുന്നേ അമ്മേനെ മോൻ വെട്ടിക്കൊന്നു. അപ്പം ഞാൻ ആലോചിക്കുക, നമ്മൾ പ്രസവിച്ച് മോല കൂട്ടി കയ്യിലിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടിരിക്കുമ്പോൾ ആ മോൻ്റെ കൈ കൊണ്ട് നമ്മുടെ മരണം, അതൊരു വല്ലാത്തൊരു, ആ മോൻ വെട്ടൊത്തി കൊണ്ട് വരുമ്പോൾ വഴട്ട വരുമ്പോൾ ആ അപ്പത്തെ അമ്മയുടെ മാനസികാവസ്ഥയുണ്ടല്ലോ. ഞാൻ വാർത്ത ഞാനിങ്ങനെ കാർത്ത് നമ്മുടെ അടുത്ത് കൊഞ്ചിക്കുന്നത് നേരട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആ അമ്മ പ്രസവിച്ച് ആ കുട്ടിയെ എടുത്ത് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ അമ്മയിലായിരിക്കും. എന്തായാലും അമ്മ പൊന്നു പോലെ നോക്കിക്കൊണ്ടല്ല അമ്മയുടെ ഉറപ്പിലും മോളുള്ളത്. ആ മോനല്ലേ ഇത് ചെയ്ത്. അപ്പോൾ ഇന്ന് നല്ലതിനൊന്നും ഒരു മഹിമയില്ല. കാലം അങ്ങനെ പോയി. നല്ല ചിക്കൻ കറി എന്നിട്ട് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റെത്തില്ല. ചാലക്കുടിയിൽ എന്ത് സംഘർഷം നടക്കണമെന്നു അതപ്പുറത്തൊരാളെ ഇത് കണ്ടിട്ടാണ് പോലീസ് കാര്യങ്ങളൊക്കെ. നമ്മൾ വില്ലേജിലേക്ക് വേറെ ഒരാൾ ഫോണിൽ നിന്ന് കണ്ടിട്ട് പറയുന്നുണ്ട് പാർട്ടിക്കാരൊക്കെ അങ്ങോട്ട് പോയില്ലോ, ചാലക്കുടിയിലൊക്കെ പോയില്ലോ. അതിൽ എന്തുകൊണ്ട് ചാലക്കുടിയിലാണ് ഞാനിത് ഇതിരിക്കുന്നത് പച്ചമുളക് കറിവേപ്പിലാട്ടോ. എന്നിട്ട് അച്ഛൻ്റെ കൈക്ക് കഴിക്കും. ചിക്കൻ കറി അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഏത് തരത്തിലുണ്ടാകുമ്പോൾ ഒരു തരം നമ്മൾ മാറ്റി പിടിക്കില്ല ഒരു ക്രിസ്മസിന്. ഇഷ്ടമാണ്. ഓണത്തിന് പോയോ? മൂത്രമൊക്കെ മുട്ടുണ്ടല്ലോ. അത് ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചിക്കൻ പീസ് വെച്ചിങ്ങനെ. ഗ്രേവി നല്ല ക്രീമി ടേസ്റ്റാണ്. വേറെ നല്ല നാളികേരത്തിന് അണ്ടിപ്പരിപ്പ് കൂടെ അരച്ചതല്ല. പിന്നെ നല്ല കട്ട തൈര്, തൈര് പോലും വെള്ളമില്ലാത്ത നല്ല കട്ട തൈരായിരുന്നു ഇതിൽ വെച്ചത്. പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ അപ്പോൾ ക്രീമിൻ്റെ ടേസ്റ്റ് വരില്ല, ഒരു രക്ഷയില്ല. എനിക്ക് ഇത് കിട്ടുന്നതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അണ്ടിപ്പരിപ്പ്. എല്ലാവരും ഉണ്ടാക്കി വെറുതെ പറഞ്ഞ ടേസ്റ്റിലുണ്ടാവും. അങ്ങനെ ഇന്ന് നമ്മുടെ കാർത്തൂൻ്റെ ക്രിസ്മസ് ഷൂട്ടാണ് കേട്ടോ. കുറച്ച് വൈകി ഷൂട്ട് എടുക്കും, വേറെ ഒന്നുമില്ല. അവർ വരാൻ കുറേ ദിവസം വരാതാണ്. പക്ഷേ കാർത്തൂൻ്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എനിക്ക് കുണുക്കിനെ വേണ്ടി ചെയ്യണമെന്നുണ്ടായത്, പക്ഷേ എനിക്ക് സാഹചര്യം അനുകൂലമായില്ല. അതുകൊണ്ട് നമ്മൾ കുണുക്കിനെടുത്തിട്ട് അടുത്ത കൊല്ലമൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കൊല്ലം കാർത്തൂൻ്റെ ക്രിസ്മസ് ഷൂട്ടാണ് കേട്ടോ. കാർത്തൂന് നല്ല ഭംഗിയുണ്ട്, നല്ല മൊയിലും കുട്ടി പോലെ കണ്ട അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയും മോളും വെള്ളം ഇട്ടിട്ടാണ്, അച്ഛനും ഉണ്ട് വെള്ളം ഇട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.